ഇന്ന് നമുക്ക് പാലക്കാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. നമ്മൾ പാലക്കാട്ടുകാർക്ക് ഈ ഒരു പുളിയും 2 ഉണക്കമീൻ വറുത്തത് കൂടി ഉണ്ടെങ്കിൽ ധാരാളമാണ് കേട്ടോ. പിന്നെ കറികളൊന്നും വേണ്ട. ഇത് ഉണ്ടാക്കാനാണെങ്കിലോ വളരെ ഈസിയാണ് കേട്ടോ. ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കുറച്ച് ഉലുവയിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് നമ്മുടെ മുളക് വറുത്ത പുളിയും കുറച്ച് ഉണക്കമാന്തൾ കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരും കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുളക് വറുത്ത പുളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.